നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 7. ഈ വർഷം ഫെബ്രുവരി 26 ശേഷം ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200 ഡേ EMA മറികടക്കുവാനായി നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടുമാണ് ഇന്നലത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. മാത്രമല്ല, ഇന്ത്യ വിക്സും അതിന്റെ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് നിലകൊള്ളുന്നതും. ഇന്ന് നിഫ്റ്റിയുടെ ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഗ്ലോബൽ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട്. US മാർക്കറ്റുകൾക്ക് ഇന്നലെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ എണ്ണയുടെ വിലയിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,300, 24,400 എന്നീ ലെവലുകൾ മുകളിലായിട്ട് ഇന്നും നിഫ്റ്റിക്ക് തുടരുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏപ്രിലെ ഹൈ ആയ 24,600 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. ആയതിനാൽ തന്നെ 24,600 എന്ന ലെവലും അതിശക്തമായി മറികടക്കുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണത്തിന് അത് വഴിതെളിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,400, 24,300 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്നിരുന്നാൽ കൂടിയിട്ടും ഇന്ന് നമ്മൾ നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ 24,500 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ഇന്നത്തെ എക്സ്പയറി നിഫ്റ്റി നടത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇന്നലെ US നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7:30 ജൂൺ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മെയ് മാസത്തെ 54.5% നിന്നും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 54% ജൂൺ മാസത്തെ ISM സർവീസ് PMI റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ആയതിനാൽ തന്നെ ന്യൂട്രലായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇന്നലെ US നിന്ന് വരികയും ചെയ്തത്. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളോ ഗ്ലോബൽ ഇവന്റുകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. ഇന്നലെയും തുടരുവാനായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടം തുടരുവാനായെന്ന് മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും 243.03 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിക്കൊണ്ട് തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും അവർ ബയേഴ്സ് ആയിട്ട് നിലകൊണ്ടപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന് ശേഷം 3,791.42 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈങ്ങും നടത്തി. 30,000 കോടി രൂപ മൂല്യം വരുന്ന NSEയുടെ IPO സെപ്റ്റംബറോടുകൂടി ലോഞ്ച് ആകുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 8,000 കോടി രൂപ മൂല്യം വരുന്ന മണിപ്പാൽ ഹെൽത്ത് കെയറിന്റെ IPOയ്ക്ക് സെബിയുടെ അനുമതി ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇന്ന് IPOയുടെ ലിസ്റ്റിംഗ് SME പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ. പ്രധാനമായും 6 IPOs ആണ് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും. അതായത് കാർദികൽ ടെക്, അഥർവ പോളിപ്ലാസ്റ്റ്, സീമെക്സ് റിസോഴ്സസ്, സാംപാർക്ക് ഇന്ത്യ ലോജിസ്റ്റിക്സ്, വിൻഡ് മൊബൈൽ, ടേജ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡിവിഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകൾ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, സെറ സാനിറ്ററി വെയർ, ദോല ഡയറി, LKP സെക്യൂരിറ്റീസ് തുടങ്ങിയ 5 സ്റ്റോക്കുകളുമാണ്. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 0.5%, HDFC ബാങ്ക് ADRന് 6.25%, ICIC ബാങ്ക് ADRന് 2%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഇൻഫോസിസിന് 2.5%, വിപ്രോയ്ക്ക് 3.25%-അടുത്തും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇതില് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാർട്ടർ 1 ബിസിനസ് അപ്ഡേറ്റുകൾ കഴിഞ്ഞ വീക്കെൻഡിൽ റിലീസ് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ US-ല് HDFC ADR-ല് 6%-ലേറെ നേട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റുകൾ വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും
കോട്ട 2വിലേക്കുള്ള ശ്രദ്ധ തിരിച്ചതിനാലും പ്രോഡ്കോം ആപ്പിളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നീട്ടിയതിനെ തുടർന്ന് ഇന്നലെ ചിപ്പ് സ്റ്റോക്കുകൾ തിരിച്ചു വരുന്ന കാഴ്ചകളാണ് യുഎസ് മാർക്കറ്റിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. പ്രോഡ്കോമിന് ഇന്നലെ 4% നേട്ടവും കൈവരിക്കുവാനുമായി. ഇതിന്റെയൊക്കെ ഫലമായിട്ട് S&P 500-ന് 0.25%-നടുത്തും നാസ്ഡാക്കിന് 1.25%-നടുത്തും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ന്റെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 4%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയില് ബ്രൻ ക്രൂഡിന്റെ വിലയിൽ 0.42%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.4%-ന്റെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങള് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു അറുതി വന്നതുകൊണ്ടും ഹോർമോസിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം സുഗമമായതിനെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് എണ്ണയുടെ വില അതിന്റെ 4 മാസ താഴ്നിലയിലായിട്ട് ഏതാനും ട്രേഡിംഗ് സെഷനുകളായിട്ട് തുടരുന്നു. ആയതിനാൽ തന്നെ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ ഷോർട്ട് കവറിംഗ് തന്നെയാണ് ഇന്ന് എണ്ണയുടെ വിലയിൽ നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഉയർച്ച അനുഭവപ്പെടുവാൻ ഇടയാക്കുന്നതും. ബ്രൻ ക്രൂഡിന്റെ വില $72.27 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $68.84 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 0.5%-ലേറെ അഥവാ $14 ഇടിവാണ് അനുഭവപ്പെടുന്നതും. $4150.02 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.49 എന്ന നിലയിലേക്ക് ശക്തമായി ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നലെയും തുടരുവാനായ നേട്ടത്തിന്റെ ഫലമായിട്ട്. കൂടാതെ മാക്സ് പെയിൻ 24,100 എന്ന ലെവലിൽ നിന്നും 24,400 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 64.11 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 24,450 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹെക്സാവെയർ ടെക്നോളജീസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറന്റുമായി തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ടോറന്റ് ഫാർമ അഹമ്മദാബാദിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ നിന്ന് JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിനെ ടോറന്റ് ഫാർമസ്യൂട്ടിക്കലുമായി ലയിപ്പിക്കുന്നതിനുള്ള അംഗീകാരം ലഭിച്ചു. വരുൺ ബീവറേജസ് കമ്പനിയുടെ ഉപസ്ഥാപനമായ BBL ഇൻഡസ്ട്രീസ് കെനിയ, ദേവയാനി ഫുഡ്സ് ഇൻഡസ്ട്രീസ് കെനിയയുടെ മൂലവർദ്ധിത ക്ഷീരോൽപ്പന്ന പാനീയങ്ങൾ, ജ്യൂസുകൾ, പാക്കേജ്ഡ് കുടിവെള്ളം എന്നിവയുടെ ബിസിനസ് $32 മില്യൺ അഥവാ 305 കോടി ഇന്ത്യൻ രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചു. ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ ഓഹരി 1-ന് $531.7 എന്ന അടിസ്ഥാന വിലയിൽ കമ്പനി ജൂലൈ 6 ഇന്നലെ മുതൽ തങ്ങളുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. കോൺകോഡ് എൻവീഡിയോ സിസ്റ്റംസ് 2026 ജൂലൈ 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ അനീഷ് ഗോയൽ രാജിവെച്ചു. എംബസി ഡെവലപ്മെന്റ്സ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ അധിക ഡിബഞ്ചറുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് 1,170 കോടി രൂപ വരെ അധിക ഫണ്ട് സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. റൈറ്റ്സ് ദക്ഷിണാഫ്രിക്കയിലെ വോളന്റീസ് അസറ്റ് ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് $35.82 മില്യൺ മൂല്യമുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി 1-ന് $1,400 എന്ന അടിസ്ഥാന വിലയിൽ ഓഫർ ഫോർ സെയിൽ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റോക്കിൽ ആരംഭിക്കും. ഏകദേശം 5.04% ഓഹരികൾ ഇതിലൂടെ കേന്ദ്ര സർക്കാർ സ്റ്റോക്കിൽ നിന്ന് വിറ്റഴിക്കുകയും ചെയ്യും. ടൈറ്റാൻ കമ്പനി പറയാൻ പോകുന്നതൊക്കെ Q1 ബിസിനസ് അപ്ഡേറ്റുകളാണ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളത്.
ഡൊമസ്റ്റിക് ബിസിനസ്സിൽ 37%, ഇന്റർനാഷണൽ ബിസിനസ്സിൽ 128%, കൺസ്യൂമർ ബിസിനസ്സിൽ 41%, വാച്ച് ആൻഡ് ഐ കെയർ ബിസിനസ്സിൽ 23%, എമർജിംഗ് ബിസിനസ്സിൽ 19%, ജ്വല്ലറി ബിസിനസ്സിൽ 39% ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ 76 പുതിയ സ്റ്റോറുകൾ ഡൊമസ്റ്റിക്കലി ആഡ് ചെയ്തപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്റ്റോറും പുതുതായിട്ട് ആഡ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ കമ്പനിയുടെ സ്റ്റോറുകളുടെ എണ്ണം 3680 ഉയർത്തുകയും ചെയ്തു. ട്രെൻഡ് സ്റ്റാൻഡലോൺ റവന്യൂവില് 19% വർധനവ് രേഖപ്പെടുത്തി. കമ്പനി പുതുതായിട്ട് ഒരു വെസ്റ്റ് സൈഡ് സ്റ്റോറും 19 സുഡിയോ സ്റ്റോറുകളും ആരംഭിച്ചു. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് കൺസോളിഡേറ്റഡ് റവന്യൂവില് 14.1% ഉയർച്ച രേഖപ്പെടുത്തി. 76 പുതിയ സ്റ്റോറുകൾ കമ്പനി ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3712 ആയിട്ട് ഉയർത്തുകയും ചെയ്തു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.